എല്ലാവരെയും എൻ്റെ പുതിയ കർക്കിടക സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഉലുവ കുറുക്കാണ്. ഇത് കർക്കിടക സ്പെഷ്യൽ മാത്രമല്ല, പ്രസവരക്ഷാ ചികിത്സയ്ക്കും അതുപോലെ ആർത്തവ പ്രശ്നങ്ങൾക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെക്കണം. കുറഞ്ഞത് 4-5 മണിക്കൂർ വേണം വെക്കേണ്ടത്. ഞാനിവിടെ കൂടുതൽ ഉലുവയാണ് എടുത്തത്. ഇതിൻ്റെ നേർപകുതി 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏകദേശം 4 മണിക്കൂറിന് ശേഷം ഉലുവ ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് മിക്സർ ജാറിൽ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് മാത്രം അരയ്ക്കുമ്പോൾ ഇത് നല്ല ഒട്ടലുണ്ടാവും, മിക്സർ ജാറിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് തേങ്ങ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ജാറിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുകയില്ല. കൂടാതെ വെള്ളത്തിന് പകരം ശകലം തേങ്ങാപ്പാൽ ചേർത്ത് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇവിടെ ഒരുവിധം നന്നായിട്ട് അരഞ്ഞു തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാകം. തീരെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ചേരുവ എടുക്കാം. ഈ ചെറിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരുന്ന പാത്രമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കട്ട കെട്ടാതെ നല്ല ലൂസായിട്ട് കലക്കിയെടുക്കണം. അതുപോലെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ മുഴുവൻ ചിരുകി അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ പാലായിട്ടാണ് എടുത്തത്. ഇവിടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആവശ്യം അനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. ഇവിടെ അരിപ്പൊടി ചേർക്കുന്നതിന് പകരം പച്ചരിയോ കുത്തരിയോ ഉലുവ കുതിർക്കാൻ ഇടുന്നത് പോലെ കുതിർത്തെടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് അരച്ചെടുക്കാവുന്നതാണ്. അരിപ്പൊടി മിക്സ് തയ്യാറായി. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കുക്കിംഗ് പാൻ എടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരുന്ന ഉലുവയും തേങ്ങയും ചേർന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പൊടി മിക്സും ഇതിലേക്ക് പകർന്നു കൊടുക്കാം. അതിനുശേഷം ഒരു തവിയോ സ്പാറ്റുലയോ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവിടെ വെച്ച് മിക്സാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം കുക്കായാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഈ ഉലുവ കുറുക്കുണ്ടാക്കാനുള്ള കറക്റ്റ് അളവ് 1 ടേബിൾ സ്പൂൺ ഉലുവയ്ക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നേരത്തെ കൂടുതൽ ഉലുവ കുതിർക്കാനിട്ടിരുന്നു. അതിൻ്റെ നേർപകുതി മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ആ ശർക്കര പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്കിവിടെ കരിപ്പെട്ടി കിട്ടിയില്ല. അതിന് പകരം ഞാൻ കൊൽഹാപൂർ ശർക്കരയാണ് എടുത്തത്. നമ്മുടെ നാട്ടിലെ മറയൂർ ശർക്കര പോലെ നല്ല ഗുണമുള്ള ശർക്കരയാണ്. ഇതാ ഇവിടെ ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബാക്കി നന്നായിട്ട് കുക്കാവുമ്പോൾ മിക്സ് ആയിക്കൊള്ളും. ഇനി സ്റ്റൗവിൽ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കി കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയ്ക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ബാധിച്ചവർക്ക് അതിൻ്റേതായ രീതിയിൽ ഉലുവ പാചകം ചെയ്ത് കഴിച്ചാൽ വളരെയധികം നന്നായിരിക്കും. കൂടാതെ ഇതിൽ പ്രോട്ടീൻ്റെയും ഇരുമ്പിൻ്റെയും അളവ് ധാരാളമായിട്ട് കാണുന്നു. അതുപോലെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ കുറുക്ക് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്ന തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പലർക്കും ആർത്തവ സമയങ്ങളിൽ കഠിനമായ വയറുവേദനയും അതുപോലെ നടുവേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അവർക്ക് ഉലുവ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കൂടാതെ പ്രസവാനന്തര ചികിത്സയ്ക്ക് ഉലുവ ഇതേപോലെ കുറുക്കുണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇതുപോലെ കുറുക്കുണ്ടാക്കി 7 ദിവസം തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് ശരീരത്തിന് നല്ല ഗുണം ചെയ്യും. ഞാനിവിടെ 4 പേർക്ക് 2 നേരം കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഉലുവാക്കുറുക്ക് നല്ല കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. കുറുക്കാകുമ്പോൾ കൂടുതൽ നേരം ഇട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തയ്യാറായി വരുന്നതാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുക്ക്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിലർ ഇതുപോലെ കൂടുതൽ നേരമെടുത്ത് കുറുക്കിയെടുത്ത് നല്ല കട്ടിക്ക് ഹൽവ പോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി കഴിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ചെറു ചൂടോടെ വേണം കഴിക്കേണ്ടത്.
ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഗർഭിണികളും അതുപോലെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഉലുവയും ഉലുവയുടെ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കേണ്ടത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്ക് ദിവസവും 25 ഗ്രാം വീതം ഉലുവ കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ.